എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ജനോവ സ്റ്റാലിയൻസ് ഫാമിലിയോടുകൂടെ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടിയാണ്. 2014 ഡിസംബറിൽ രൂപം കൊണ്ട ഈ ക്ലബ്ബ് കഴിഞ്ഞ വർഷം 10ാമത്തെ വാർഷികം ആഘോഷിക്കുകയുണ്ടായി. ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ സ്റ്റാലിയൻസ് ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 45 ഫാമിലിയോട് കൂടി തുടങ്ങിയ ഈ കൂട്ടായ്മ ഇന്ന് 100 ഫാമിലിയിൽ ഈ കൂട്ടായ്മ ഇന്ന് 100ഓളം ഫാമിലിയുണ്ട്. നമ്മുടെ വളർന്നു വന്ന തലമുറയെ കലാകായിക രംഗങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുക, നമ്മുടെ ഇടയിൽ ഐക്യവും സഹകരണവും കൂട്ടായ്മയും വളർത്തുക, പുരോഗതി സഹായിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായിട്ടാണ് ജനോവ സ്റ്റാലിയൻസ് രൂപീകരിക്കപ്പെട്ടത്. ഈസ്റ്റർ അഥവാ ഉയർപ്പ് തിരുനാൾ ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലെത്തിയ കുരിശിലെത്തിയ ഈശോ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ രക്ഷാകര സംഭവത്തിന്റെ ഓർമ്മ. സ്നേഹവും പ്രത്യാശയും ആത്മവിശ്വാസവും പകരുന്ന ദൈവപുത്രനായ ഈശോയുടെ പുനരുദ്ധാനം. 7 പീഡാനുഭവത്തിന് ശേഷവും പ്രതീക്ഷയുടെ ഒരു പുത്തൻ പുലരിയുണ്ട് എന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ദിവസം. സ്നേഹം മാത്രം നൽകി കുരിശിൽ പോലും ക്ഷമിച്ച് ജീവൻ പോലും തന്ന രക്ഷകനായി തീർന്ന ദിവസം. ഇന്നേ ദിവസത്തിന്റെ ആഘോഷങ്ങൾക്കൊപ്പം ഉയർപ്പിന്റെ ആനന്ദവും ആസ്വദിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ എന്റെ കടമ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ അലക്സ് അച്ഛനെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളിൽ കുറെ പേർക്കെങ്കിലും അലക്സ് അച്ഛനെ പരിചയം ആയി കാണും. അച്ഛൻ ഈ ജനോവയിൽ വന്നിട്ട് 2 മാസത്തോളം ആയുള്ളൂ. നമ്മുടെ ബഹുമാനപ്പെട്ട ജോയി അച്ഛന് പകരം സെന്റ് അൽഫോൺസ സീറോ മലബാർ കമ്മ്യൂണിറ്റിയെ നയിക്കുവാനും സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് SMYM ജനോവയുടെ ചാപ്ലിൻ ആയുമാണ് അച്ഛൻ നിയമിതം നയിക്കുന്നത്. അലക്സ് അച്ഛൻ ഇരിങ്ങാലക്കുട രൂപതാംഗമാണ്. കുറ്റിക്കാടാണ് അച്ഛന്റെ ഇടവക. അച്ഛൻ നാട്ടിൽ മിഷൻ പ്രവർത്തനം ആയിരുന്നു. അലക്സ് അച്ഛനെ ബഹുമാനത്തോടെ ജനോവ സ്റ്റാലിയൻസ് ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഫാദർ എമ്മാനുവൽ അച്ഛനെയാണ്. അച്ഛൻ ഈ ജനോവയിൽ വന്നിട്ട് 3 മാസമായുള്ളൂ. അച്ഛൻ ഹോസ്പിറ്റാലിലെ സന്മോചനയിൽ ആണ്. അച്ഛനും ഈ വേദിയിലേക്ക് സ്വാഗതം. അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജൂലിയ സിസ്റ്ററിനെയാണ്. ജൂലിയ സിസ്റ്ററിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയെ ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനോടൊപ്പം നിന്ന് പ്രാർത്ഥനയിലും ഭക്തിയിലും കൂട്ടായ്മയോടും കൂടി മുന്നോട്ട് നയിക്കാനായി സിസ്റ്റർ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതേപോലെ തന്നെ സിസ്റ്റർ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെ അമിതത്തോടെ കൂടിയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ ജനോവ സ്റ്റാലിയൻസിന്റെ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് സ്വാഗതമായി ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആശ ബേബിച്ചൻ, നമ്മുടെ ജനോവ സ്റ്റാലിയൻസിന്റെ പ്രസിഡന്റ്. ആശ ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആശ ചേച്ചിയെയും നമ്മുടെ ജനോവ സ്റ്റാലിയൻസിന്റെ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ ജിൻസി ചേച്ചി, നമ്മുടെ ജനോവ സ്റ്റാലിയൻസിന്റെ സെക്രട്ടറിയായ ജിൻസി ചേച്ചിയെ ഈ വേദിക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ എല്ലാ പരിപാടികൾക്കും വേണ്ടി നമുക്ക് കഷ്ടപ്പെടുന്ന നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനെയാണ്. കമ്മിറ്റി മെമ്പറിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നില്ല. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ആഘോഷങ്ങളുടെ വിജയത്തിനായി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ജനോവ സ്റ്റാലിയൻസ് ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. സ്നേഹത്തോടും സമ്മാനത്തോടും ഒത്തൊരുമയോടും കൂടി നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ജനോവ സ്റ്റാലിയൻസിന്റെ ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.